വലിയ സങ്കേതമായി ഈ പുണ്യഭൂമി മാറ്റപ്പെടുന്ന ദിനങ്ങൾ. ഉത്സവാന്തരീക്ഷം എല്ലാ തലത്തിലും എല്ലാവർക്കും ബോധ്യപ്പെടുന്ന നിലകളിലുള്ളതായ ആഘോഷ പ്രചരിമയുമൊക്കെ അതിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഈ പെരുന്നാൾ വളരെ പ്രസിദ്ധമാണ്. ഒന്നാമതായി പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് ഭാരതത്തിൽ രണ്ടാം ഊർശ്ലേം എന്നറിയപ്പെടുന്ന ഈ പരിശുദ്ധ ഇടവകയ്ക്ക് മാത്രമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ആ പരിശുദ്ധ തിരുശേഷിപ്പ് ഈ പെരുന്നാളിൻ്റെ അവസാന ദിവസം എല്ലാവർക്കും വണങ്ങി അനുഗ്രഹം പ്രാപിപ്പാനുള്ള ഒരു ക്രമീകരണം ഉണ്ട് എന്നുള്ളത് മറ്റ് ആർക്കും തന്നെ അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു അമൂല്യമായ അനുഗ്രഹ സമ്പത്താണ്. അതുപോലെ തന്നെ ഈ പെരുന്നാൾ പ്രഘോഷിച്ചുകൊണ്ടുള്ള പരിശുദ്ധ ശ്ലീബായും വഹിച്ചുകൊണ്ടുള്ള മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖ്റോനോ പെരുന്നാൾ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രദക്ഷിണം ഒരു പക്ഷേങ്കിൽ ഇത്രയും ദൈർഘ്യമേറിയതും മലങ്കരയിൽ മറ്റെവിടെയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ദേശത്തിന് മുഴുവനും വലിയ ആഘോഷവും ആനന്ദവും അതിലുപരി വലിയ ദൈവാനുഭവത്തിൻ്റെയും ഒരു ദിനങ്ങളായി ഈ ദിവസങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ പരിശുദ്ധ ഇടവക, ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ, ബഹുമാനപ്പെട്ട വൈദികരുടെ അനുഗ്രഹീത നേതൃത്വത്തിൽ ഭക്തസംഘടനാ ഭാരവാഹികളുടെ എല്ലാം പൂർണ്ണമായ പിന്തുണയോടുകൂടി വിപുലമായ ഒരുക്കങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ ആശങ്കപ്പെടുത്തുന്നുണ്ട് എങ്കിൽ കൂടിയും എത്ര പ്രതികൂലതകളിലും വിശ്വാസ പോരാട്ടം നടത്തി വിജയം വരിച്ചിരിക്കുന്ന പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിലുള്ള ദൈവമക്കൾ എന്നുള്ള നിലയ്ക്ക് ഒരു വിധത്തിലുള്ളതായ പ്രതികൂലതകളൊന്നും നമ്മെ ബാധിക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ഈ പരിശുദ്ധൻ്റെ പെരുന്നാളും ഈ വർഷം കൊടികയറിയപ്പോൾ അതിൻ്റെ അന്ത്യം വരെയും സമാധാനപരമായും സന്തോഷപ്രദമായും ദേശത്തിന് അനുഗ്രഹമായും അത് നിറവേറ്റപ്പെടുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുത്തപ്പൻ്റെ മധുര നേർച്ച ഈ പള്ളിയിൽ പ്രത്യേകമായി ക്രമീകരിക്കുന്നത് വളരെ പ്രസിദ്ധമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനാപൂർവം ചേർന്ന് നിൽക്കാം. മുത്തപ്പൻ്റെ പെരുന്നാൾ അർഹിക്കുന്ന വിധത്തിൽ അതിൽ പങ്കാളികളാകുവാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. 2500ഓളം 3000ഓളം അഴുക്ക് വരുന്ന കുടുംബങ്ങളാണ് ഈ പരിശുദ്ധ ദൈവാലയത്തിലുള്ളത്. ഒരു കുടുംബം പോലും ഈ പരിശുദ്ധ പെരുന്നാളിൻ്റെ പങ്കാളിത്തത്തിൽ നിന്നും മാറി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണം. അപ്പൻ്റെ ശ്രാദ്ധം നടത്തുവാൻ മക്കൾക്കുള്ള അവകാശമാണ്. തോമാ ശ്ലീഹായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് ദൈവത്തെ ആരാധിച്ചറിയുന്ന ദൈവമക്കൾ എന്നുള്ള നിലയ്ക്ക് ഈ പുണ്യപ്പെട്ട പെരുന്നാളിൻ്റെ ദിനങ്ങളെ നോൻപോടും പ്രാർത്ഥനയോടും കൂടി നെഞ്ചോട് ചേർത്ത് വെച്ച് ആഘോഷിക്കുവാനും ആനന്ദിക്കുവാനും സർവോപരി ദൈവിക സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വിശ്വാസ സ്ഥിരീകരണത്തിൻ്റെയും പൂർത്തീകരണത്തിനായി ഭവിക്കുവാനും നിങ്ങൾക്കേവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവും ദൈവവുമായവൻ അപ്പോസ്തലന്മാരുടെ 2 കാര്യമാണ് ചോദിച്ചത്. മനുഷ്യർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അവർ പല അഭിപ്രായങ്ങളൊക്കെ അവരിങ്ങനെ പറയുന്നു, മറ്റവരിങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞു. രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, എന്നാൽ നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? അവിടെയാണ് പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു എന്ന് ഏറ്റുപറഞ്ഞു. ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഈ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. കർത്താവ് പറയുന്നത് നിന്നെക്കുറിച്ച് പറയിപ്പിച്ചവൻ ദൈവമാണ് എന്ന് പറയുന്നുണ്ട്. പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസത്തിൻ്റെ മേലാണ് കർത്താവ് സഭ പണിയുമെന്ന് പ്രഖ്യാപിച്ചത്. ആ പരിശുദ്ധ സഭയിൽ വിശ്വസിക്കുന്ന പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ദൈവജനമാണ് പരിശുദ്ധ മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ ദൈവമക്കൾ. പ്രിയമുള്ളവരെ, എന്നാൽ പുതിയ നിയമസഭയിൽ ഉദ്ധിതനായ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതിലുണ്ടായ പ്രതികൂല സാഹചര്യങ്ങളാണ്
പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായെ പുതിയ നിയമസഭയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പങ്കാളിത്തം നിർവഹിക്കുവാൻ അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാളിൽ നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷ ഭാഗം എല്ലാവർക്കും മനഃപാഠമാണ്. യഥാർത്ഥത്തിൽ പുനരുത്ഥാനം അതിൻ്റെ ആദ്യ ദിവസം മുതൽക്ക് തന്നെ വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ അസാന്നിധ്യത്തിൽ കർത്താവ് അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരെ പരിശുദ്ധാത്മാവോട് നിറച്ച ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പോയി കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ അവരെ ക്രമപ്പെടുത്തുമ്പോൾ, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് അവർ പ്രഖ്യാപിക്കുമ്പോൾ അത് വിശ്വസിക്കുവാൻ മാർത്തോമാ ശ്ലീഹ തയ്യാറായില്ല എന്നുള്ളൊരു ബലഹീനതയായി നമ്മൾ അതിനെ വ്യാഖ്യാനിക്കരുത്. കാരണം അപ്പോസ്തലന്മാർ കണ്ടു എന്ന് പറയുന്നത് ആ കാഴ്ച കൊണ്ട് വിശ്വസിക്കുവാൻ അന്നത്തെ ഒരു വലിയ സമൂഹം തയ്യാറായിരുന്നില്ല. അപ്പോസ്തലന്മാർക്കിടയിലും ആശങ്കകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു അപ്പോസ്തലർ. മാത്രവുമല്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ കർത്താവിനെ ഖബറടക്കിയിട്ട് ആ ഖബറിൻ്റെ വാതിക്കൽ ഒരു വലിയ കല്ല് വെച്ചിരുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. അധികം പേരൊന്നും ചേർന്നാൽ ആ കല്ലൊന്നും ഉരുട്ടി മാറ്റുക അത്ര സാധ്യമല്ല. മാത്രവുമല്ല, അവർ 2 പാറാവുകാരെ നിയമിച്ചുവെന്നും നമ്മൾ സുവിശേഷ ഭാഗത്ത് വായിക്കുന്നുണ്ട്. 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ വന്ന് ഈ ശരീരം ഇവിടെ നിന്നും മാറ്റി അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രഖ്യാപിക്കുമെന്ന് യഹൂദന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പാറാവുകാരെ, കാവൽക്കാരെ നിയമിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഉത്ഥാനം കണ്ടവരാരുമില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ പുനരുത്ഥാനം ഒരു കോൺട്രവേഴ്സിയായി ആദിമസഭയിൽ തെറ്റായ രീതിയിൽ വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. കർത്താവിൻ്റെ സഭയിലേക്ക് ചേർക്കപ്പെട്ട പലരും അതിൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെ തിരികെ സഭയിൽ നിന്നും മാറിപ്പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് മാർത്തോമാ ശ്ലീഹ പറയുന്നത്, എനിക്ക് അവനെ കാണണം, അവൻ്റെ വിലാപ്പുറത്തിൻ്റെ കൈവച്ച് നോക്കണം, അവൻ്റെ ആണിപ്പാടുകളെ തഴുകി നോക്കണം എന്നൊക്കെ മാർത്തോമാ ശ്ലീഹ പറയുന്നത്. ഇവിടെ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ അവിശ്വാസത്തിനപ്പുറമായി ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ പ്രതീകമെന്ന വിധം അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ കർത്താവ് പുനരുത്ഥാനം ചെയ്തു എന്നുള്ളത്, അവൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റു എന്നുള്ള പുനരുത്ഥാനത്തിന്റെ പ്രഖ്യാപനം, ഹി ഈസ് റിസൺ ഇൻഡീഡ് എന്നുള്ള ആ പ്രഖ്യാപനം, അത് ആഴത്തിൽ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ ഈ സാക്ഷ്യം ഏറ്റവും കരുണീയമായിരുന്നു എന്നുള്ളത്, ഏറ്റവും അനുപേക്ഷണീയമായിരുന്നു എന്നുള്ളതാണ് പുതിയ നിയമസഭയിൽ പുനരുത്ഥാനത്തിൻ്റെ വേദശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗം അതുപോലെ പ്രസിദ്ധമാണ്. കർത്താവ് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമെന്ന് പറയുന്നുണ്ട്. അത്രമേൽ അതിപ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു പുതിയ നിയമസഭയിൽ നമ്മുടെ കർത്താവും ദൈവവുമായവന്റെ പുനരുത്ഥാനം. അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പുതിയ നിയമസഭയുണ്ടാകുന്നത്. അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പുതിയ നിയമസഭയുടെ സുവിശേഷം രൂപപ്പെടുന്നത്. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പ്രിയമുള്ളവരെ പുതിയ നിയമസഭയുണ്ടാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ ഏറ്റുപറഞ്ഞ വിശ്വാസം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് പറഞ്ഞുകൊണ്ട് പുനരുത്ഥാനം ചെയ്തവനായ ക്രിസ്തുവിനെ, ഹി ഈസ് റിസൺ ഇൻഡീഡ്, ഇവൻ തന്നെയാണ് ഉത്ഥിതനായ ക്രിസ്തു എന്നുള്ളതായ പ്രഖ്യാപനത്തോടു കൂടി പുതിയ നിയമസഭയുടെ കെട്ടുപണിക്ക് ഏറ്റവും കൂടുതൽ ഊർജം പകർന്നു നൽകിയ ഒരു പരിശുദ്ധനായിരുന്നു മാർത്തോമാ ശ്ലീഹ. പ്രിയമുള്ളവരെ, ഭാരതത്തിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ച് മിശിഹായിൽ നമ്മെ ജനിപ്പിച്ചവനായ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായ ഡൗട്ടിംഗ് തോമ എന്നൊക്കെ പറയാറുണ്ട്. എന്നുവെച്ചാൽ അവിശ്വാസിയായ തോമാ ശ്ലീഹ, അല്ലെങ്കിൽ വിശ്വാസക്കുറവുള്ള തോമാ ശ്ലീഹ എന്നൊക്കെ. ഞാനതിനോട് എതിരാണ്. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ ഏറ്റുപറഞ്ഞ അവിശ്വാസികൾക്ക് നേരെയുള്ളതായ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന്റെ അവിശ്വാസക്കുറവ് കൊണ്ടല്ല.
അനേകരുടെ അവിശ്വാസത്തിനൊരു വിരാമമിടുന്നതിന് വേണ്ടിയും ഹീസ് റിസൺ ഇൻഡീഡ് എന്ന അപ്പോസ്തലന്മാർ ഏറ്റുപറഞ്ഞതായ കാര്യത്തിന് മാനുഷികമായ അവസ്ഥയിലുള്ളതായ സ്ഥിരീകരണത്തിന്റെ ഉറപ്പിന്റെ ഒരു പ്രഖ്യാപനം കൂടി അവിടെ അന്നത്തെ സഭയിൽ ഒരു അനിവാര്യതയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്നെ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന്. കർത്താവിനെ കാണാതെ വിശ്വസിച്ചവരുടെ ഭാഗ്യാവസ്ഥയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടു വിശ്വസിച്ചവനായ മാർത്തോമാ ശ്ലീഹ ഏറ്റുപറഞ്ഞതായ വിശ്വാസം പ്രഖ്യാപനത്തിലൂടെയാണ് എന്നുള്ളത് നമുക്ക് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹയുള്ളതായ വിശ്വാസവും ആ മധ്യസ്ഥതയും നമുക്ക് കൂടുതൽ ആഴത്തിലുള്ളതാക്കി വിശ്വാസ സ്ഥിരതയോടുകൂടി നമ്മുടെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പര്യാപ്തമായിട്ടുള്ളത് തന്നെയാണ്. രക്തം ചീന്തി കർത്താവിന് സാക്ഷിയായി നമുക്ക് വേണ്ടി ജീവന്റെ കിരീടം പ്രാപിച്ചവനാണ് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ. അതുകൊണ്ട് തന്നെ മാർത്തോമായുടെ മക്കൾ എന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും വലിയ അഭിമാനമാണ്. പ്രിയമുള്ളവരെ, ഭാരതത്തിൽ ക്രൈസ്തവ സഭ എത്രമാത്രം പരമ്പരാഗതമായി ആദിമ നൂറ്റാണ്ട് മുതൽക്ക് ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതും ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ വന്നിട്ടുള്ളതായ മാറ്റങ്ങൾ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മെ നൊമ്പരപ്പെടുത്തുന്നതാണ് എങ്കിൽ കൂടിയും ആ പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മക്കളായ നമ്മൾക്ക് ആ പരിശുദ്ധന്റെ വിലയേറിയ മധ്യസ്ഥത പ്രാർത്ഥനയിലൂടെ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനും അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് വണങ്ങി ദൈവത്തെ സ്തുതിക്കുവാനുമുള്ളതായ ഭാഗ്യമുണ്ടായിരിക്കുമ്പോൾ നമ്മൾ എത്ര കണ്ട് ഭാഗ്യാവസ്ഥയിലാണ്, നമ്മൾ എത്ര കണ്ട് അവിശ്വാസികളുടെ കൂട്ടത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് കണ്ടു വിശ്വസിക്കാതെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞവനായ ക്രിസ്തുവിന്റെ പ്രഖ്യാപനത്തെ എല്ലാ അർത്ഥത്തിലും ഹൃദയത്തിലേറ്റിക്കൊണ്ട് നമുക്കും പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാണ് എന്ന് പ്രഖ്യാപിച്ചവനായ ക്രിസ്തുവിന്റെ പുനരുത്ഥാന സഭയിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ ജീവിത വഴികളെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ഏവർക്കും വിജയം വരിക്കുവാനുള്ളതായ പരിശ്രമമായിരിക്കണം നമ്മൾ നടത്തേണ്ടുന്നത്. പ്രിയമുള്ളവരെ, മാർത്തയുടെയും മറിയത്തിന്റെയും ഭവനത്തിൽ വന്നവനായ ക്രിസ്തുവിനോട് മാർത്ത പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന്. കർത്താവ് ഒരു കാര്യം അവളോട് പറയുന്നുണ്ട്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അവിടെ മാർത്ത മനസ്സിലാക്കുന്നില്ല സാക്ഷാൽ പുനരുത്ഥാനവും ജീവനുമാവുന്ന ക്രിസ്തുവാണ് തന്നോടത് സംസാരിക്കുന്നത് എന്ന്. അവിടെ മാർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ രണ്ടാമത്തെ വരവിലെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു എന്ന്. എന്നാൽ അവിടെ നടക്കുന്ന അത്ഭുത പ്രവർത്തനങ്ങൾ നമുക്ക് മനഃപാഠമാണ്. ഇവിടെ മാർത്തയുടെ അവസ്ഥയിൽ നിന്നും മാറ്റി ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ ഏറ്റുപറഞ്ഞ വിശ്വാസം തന്നെയാണ്. പ്രിയമുള്ളവരെ, മാർത്ത കണ്ടെങ്കിലും ഇവൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാണെന്നുള്ളത് മാർത്തയ്ക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ വരവിലെ പുനരുത്ഥാനമാണ് മാർത്ത വിശ്വസിച്ചിരുന്നത് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കണ്ട് വിശ്വസിക്കുന്നതിലപ്പുറമായിട്ട് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ, ആ പശ്ചാത്തലത്തിലാണ് ഞാനും നിങ്ങളും ക്രൈസ്തവ സഭയിൽ നിന്ന് ചേർന്ന് നിൽക്കുന്നതും ആ വിശ്വാസത്തിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന ജീവിത അനുഭവമുള്ളവരായി എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി അപേക്ഷിച്ചുകൊണ്ട് നാം ചേർന്ന് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സുഗന്ധം പോലെ സ്വർഗത്തിലേക്ക് ഉയരുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അഭയയാചനകളും നമുക്ക് ദൈവസന്നിധിയിൽ വിനയപൂർവ്വം സമർപ്പിക്കാം. നമ്മുടെ വിശ്വാസം സ്ഥിരതയുള്ളതായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യുവാൻ നമുക്ക് അവകാശമുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചും സംശയങ്ങൾ നിവാരണം വരുത്തിയും കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തതുപോലെ അപ്രകാരം വിശ്വാസത്തിന്റെ ആഴങ്ങൾ താണ്ടിക്കൊണ്ട് കർത്താവിൽ ആശ്രയം വെച്ച് ജീവിക്കുവാൻ, നന്മയും സുഹൃതവുമുള്ള ജീവിതത്തിന്റെ ഭാഗമായി തീരുവാൻ നമുക്കെല്ലാവർക്കും നിരന്തരമായ പരിശ്രമം നടത്താം. അന്ധകാരത്തിൽ ഇരുന്നവർ പ്രകാശം കണ്ടു. അതിലേക്കാണല്ലോ ഈ ദിനങ്ങൾ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്.
അന്ധകാരത്തിന്റെ ആലസ്യത്തിൽ